ഹായ് ഓൾ. ഇനി നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കാണ് കീവേഡ് മാക്രോ പാരാമീറ്റേഴ്സ് എന്ന് പറയും. ഇതുവരെ നമ്മൾ മാക്രോയിൽ ഒരു ഇൻവൊക്കേഷൻ സ്റ്റേറ്റ്മെന്റ് എഴുതുമ്പോൾ എങ്ങനെയാണ് ചെയ്തിരുന്നതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആ ഡെഫിനിഷൻ സമയത്ത് നമ്മൾ എങ്ങനെയായിരുന്നു വേരിയബിൾസിൻ്റെ അല്ലെങ്കിൽ ആർഗ്യുമെൻസിനെ എഴുതിയിരുന്ന ഓർഡർ, അതിന് കറസ്പോണ്ടിങ് വാല്യൂസ് അതേ ഓർഡറിൽ തന്നെയായിരുന്നു നമ്മൾ ഇൻവൊക്കേഷൻ സമയത്തും എഴുതി കൊടുത്തിരുന്നത്. അങ്ങനെ കൊടുക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുക, പൊസിഷണൽ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ ആർഗ്യുമെന്റിന്റെ കറസ്പോണ്ടിങ് വാല്യൂ ഇൻവൊക്കേഷനിൽ ഒന്നാമത് എഴുതി കൊടുക്കുന്നു, രണ്ടാമത്തേതിൻ്റെത് രണ്ടാമത് എഴുതി കൊടുക്കുന്നു. അങ്ങനെയായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു എക്സാമ്പിൾ കാണിക്കുകയാണെങ്കിൽ നോക്ക്. ഇതിന്റെ മാക്രോയുടെ പേര് ജെനർ എന്നായിരുന്നു വിചാരിക്കുക. ഇവിടെ 1, 2 പാരാമീറ്റേഴ്സ് ഇല്ല, മൂന്നാമത്തെ പാരാമീറ്റർ ഉണ്ട്, പിന്നെ കുറേ പാരാമീറ്റർ കഴിഞ്ഞ് പിന്നെ ഒരു പാരാമീറ്റർ ഉണ്ട്. ഇങ്ങനെ നമ്മൾ നേരത്തെ എഴുതി കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിളിൽ നമ്മൾ കോമ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ കോമ ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? നള്ളാണ് വാല്യൂസ്. ഈ ഒരു എക്സാമ്പിളിൽ എന്താ ഉദ്ദേശിക്കുന്നത്? 1ഉം 2ഉം പാരാമീറ്റേഴ്സിന്റെ വാല്യൂ നള്ളാണ്. ഈ മൂന്നാമത്തേതിന് വാല്യൂ ഉണ്ട്, ഇത് 9ാമത്തേതിന് വാല്യൂ ഉണ്ട്. ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ആകെ 2 പാരാമീറ്ററിനെ മാത്രമേ നമുക്ക് എന്ത് കൊടുക്കാനുള്ളായിരുന്നു, ഇൻവൊക്കേഷൻ സമയത്ത് കൊടുക്കാനുള്ളൂ. ബാക്കി എല്ലാം നൾ വാല്യൂസ് ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിപ്പോൾ ഞാൻ ഈ ഒരു കോമ, മൂന്നാമത്തെ പാരാമീറ്ററിനെ 9ാമത്തെ പാരാമീറ്ററിനെ മാത്രം കൊടുത്താൽ മതി, ബാക്കിയൊക്കെ ഞാൻ കോമ ഇട്ട് എഴുതുന്നു. പക്ഷെ ഇവിടെ എന്താ ഒരു പ്രശ്നമെന്ന് ചോദിച്ചാൽ ഈ കോമയുടെ എണ്ണം ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയാൽ എൻ്റെ ഉദ്ദേശിച്ച മൂന്നാമത്തെ പാരാമീറ്ററിന് ചിലപ്പോൾ 5ാമത്തെ പാരാമീറ്റർ ആയിരിക്കും വരിക. അപ്പോൾ അത് തെറ്റായിട്ടായിരിക്കും നമ്മുടെ പ്രോഗ്രാം വർക്ക് ചെയ്യുന്നത്. ഇങ്ങനെ എഴുതുമ്പോൾ ഒരുപാട് എറർ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതിനെ നമ്മൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് കീവേഡ് പാരാമീറ്റേഴ്സിനെ കൊണ്ടുവന്നത്. കീവേഡ് പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ മൂന്നാമത്തെ ആർഗ്യുമെന്റിന്റെ കീവേഡ് ടൈപ്പ് എന്നാണെങ്കിൽ, അതുപോലെ 9ാമത്തെ ആർഗ്യുമെന്റിന്റെ കീവേഡ് ചാനൽ എന്നുമാണെന്ന് വിചാരിക്കുക. ആ കേസിൽ നമ്മൾ ഇൻവൊക്കേഷൻ സമയത്ത് എന്ത് എഴുതി കൊടുക്കും? ജെനർ ടൈപ്പ് ഈക്വൽ ടു ഡയറക്റ്റ് ചാനൽ ഈക്വൽ ടു 3. ഇത് രണ്ടെല്ലാം നമുക്ക് അയച്ചു കൊടുക്കാനുള്ളൂ. ആ രണ്ടെണ്ണത്തിന്റെ കീവേഡ് ചേർത്ത് നമ്മൾ എഴുതി കൊടുത്തു, ബാക്കി ഒന്നും എഴുതി കൊടുക്കുന്നില്ല. അപ്പൊ എന്താകും? ആ എഴുതി കൊടുക്കാത്തതിന് ഡിഫോൾട്ട് ആയിട്ട് കുറച്ച് വാല്യൂസ് നമ്മൾ ഡെഫിനിഷൻ ടൈമിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകും. ആ വാല്യൂസിനെ എടുത്തോളും. അല്ലാതെ നമ്മൾ ഇങ്ങനെ കോമ ഇട്ട് എഴുതണ്ട. അപ്പൊ എന്താ, എറർ ഉണ്ടാകാനുള്ള ചാൻസ് നമ്മൾ കുറച്ചു. അതുപോലെ തന്നെ എന്താ, ഓർഡറിൽ വേണമെന്ന് പറയാം. ആദ്യം ഡയറക്റ്റ് വരുന്നത് കൊണ്ട് ടൈപ്പ് ഈക്വൽ ടു ഡയറക്റ്റ് അങ്ങനെ വേണ്ട, തിരിച്ച് ഒന്നുകൂടെ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് എഴുതാം. എന്തെഴുതാം? ജെനർ ടൈപ്പ് ഈക്വൽ ടു ഡയറക്റ്റിന് പകരം എന്താ എഴുതാം? ചാനൽ ഈക്വൽ ടു 3 എന്നും, കൊമ ടൈപ്പ് ഈക്വൽ ടു ഡയറക്റ്റ്. എന്താണ്, ആ ഓർഡർ തിരിച്ചെഴുതി കൊടുത്താൽ, ഞാൻ എഴുതിയേക്കുന്ന എല്ലാം ക്യാപ്സിലാണെന്ന് വിചാരിച്ചോളൂ, ഈ ഓർഡർ തിരിച്ചെഴുതി കൊടുത്താലും ഇവിടെ വർക്ക് ചെയ്യും. കാരണം നമ്മൾ അവരുടെ കീവേഡൂടെ ചേർത്താണ് അതിൻ്റെ വാല്യൂസ് അയച്ചു കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് അവിടെ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. ഇതാണ് എന്താ കീവേഡ് പാരാമീറ്റേഴ്സ്. ഇനി ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം, എങ്ങനെയാണ് ഒരു മാക്രോയിൽ അതിനെ എഴുതാറുള്ളതെന്ന്. ഇവിടെ നോക്കി, ഇതൊരു മാക്രോ ഡെഫിനിഷൻ ആണ്. ഡെഫിനിഷൻ ആണെന്ന് എങ്ങനെ മനസ്സിലായി? ഇവിടെ മാക്രോ എന്നുള്ള കീവേഡ് ഉണ്ട്, എൻഡ് എന്ന കീവേഡും ഉണ്ട്. അപ്പോൾ ഇതൊരു മാക്രോ ഡെഫിനിഷൻ ആണ്. ഇവിടെ ഞാൻ പാരാമീറ്റേഴ്സ് എഴുതി കൊടുത്തതിൻ്റെ കൂടെ എന്തുണ്ട്? ആൻഡ് ഇൻഡവ്, ആൻഡ് ബഫ് ADR, അങ്ങനെയാണ് നമ്മൾ സാധാരണ എഴുതി കൊടുക്കാറുള്ളത്. ഇവിടെ എന്താ ചെയ്തേക്കുന്നത്? ആൻഡ് ഇൻഡവ് ഈക്വൽ ടു F1. എന്താണ്? ഇൻഡവിന്റെ വാല്യൂ, ഡിഫോൾട്ട് വാല്യൂ F1 ആണ്. ഇൻവൊക്കേഷൻ സമയത്ത് ഞാനിപ്പോൾ വാല്യൂസ് ഒന്നും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ F1 ആണ് അതിന്റെ ഡിഫോൾട്ട് വാല്യൂ. പഫ് അഡ്രസ്സിന് വാല്യൂസ് പറഞ്ഞു കൊടുത്തിട്ടില്ല, RECLTHന് വാല്യൂസ് പറഞ്ഞു കൊടുത്തിട്ടില്ല, ആൻഡ് EOR എന്ന് പറയുന്നതിനും വാല്യൂസ് ഞാൻ 04 എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മാക്സ് ലെങ്ത് എന്നുള്ളതിന് 4096 എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഡിഫോൾട്ട് വാല്യൂസ്. ഈ രണ്ടെണ്ണത്തിന് മാത്രമേ ഞാൻ വാല്യൂസ് പറഞ്ഞു കൊടുക്കാത്തതായിട്ടുള്ളൂ. അപ്പോൾ ഇത് മാക്രോ ഡെഫിനിഷൻ ആണ് ഈ എഴുതിയേക്കുന്നത്. ഇനി ആ മാക്രോയെ ഞാൻ ഇൻവോക്ക് ചെയ്തേക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കൂ. buf ADR ബഫർ RECLTH ലെങ്ത്. എന്താ, ബഫർ അഡ്രസ്സിന്റെ വാല്യൂ ബഫർ എന്നുള്ളതാണ്. അവിടെ ഞാൻ 2 പാരാമീറ്ററില്ല, ബഫ് ADRനും RECLTHനും മാത്രം എനിക്ക് വാല്യൂസ് മതിയായിരുന്നു. അവർക്ക് രണ്ടുപേർക്കും ഞാൻ എന്ത് കൊടുത്തു? വാല്യൂസ് കൊടുത്തു. ബഫർ എന്ന് കൊടുത്തു, ലെങ്ത് എന്നും വാല്യൂസ് കൊടുത്തു. ബാക്കി എവിടെയെല്ലാം നോക്കൂ, ആൻഡ് ഇൻഡവ് ഈക്വൽ ടു F1. ഇപ്പൊ ഈ ഇൻഡവിനെ എവിടെയൊക്കെയാണ് വിളിച്ചേക്കുന്നത്? 50ാമത്തെ ലൈനിലുണ്ട് അല്ലേ? TD ഈക്വൽ ടു X ആൻഡ് ഇൻഡവ്. ആ ലൂപ്പിന്റെ സ്ഥലത്ത് അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വാല്യൂസ് വരുന്നതെന്ന് ചോദിച്ചാൽ 50ാമത്തെ ലൈനിൽ TD ഈക്വൽ ടു F1. ഈ F1 എവിടെ നിന്ന് വന്നു? ഡിഫോൾട്ട് വാല്യൂവിൽ നിന്നും F1 വന്നു.
അതുപോലെ ഈ ബഫറിന്റെ വാല്യൂ എവിടെയാണോ ആവശ്യമുള്ളത് അവിടെ ഈ ഡിഫോൾട്ട് വാല്യൂ അല്ലാത്ത വാല്യൂ ഏതാണോ അത് അവിടെയെല്ലാം അപ്ലോഡ് ആയിക്കോളും. ഇനി നമുക്ക് പറയാനുള്ള ഇതിന്റെ നമുക്ക് ഓർഡർ തിരിച്ചെഴുതി കൊടുക്കാന്ന് പറഞ്ഞു. ഇനി ഡിഫോൾട്ട് വാല്യൂ അല്ല, എനിക്ക് അല്ലാത്ത ഒരു വാല്യൂ ആണ് വേണം എന്നുണ്ടെങ്കിൽ, ഡിഫോൾട്ട് വാല്യൂവിനെ ഞാൻ ഓവർ റൈറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഡിഫോൾട്ട് വാല്യൂവിനെ ഞാൻ ഓവർ റൈറ്റ് ചെയ്യണം എന്നുള്ള കേസിൽ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എന്തെഴുതിയാൽ മതി. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ EOR എന്ന് പറയുന്ന പാരാമീറ്റർ, EORന്റെ വാല്യൂ 04 ആണ്. പകരം എനിക്ക് വേറൊരു വാല്യൂ കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഇൻവോക്ക് ചെയ്യുന്ന സമയത്ത് EOR ഈക്വൽ ടു എന്താണെന്ന് എഴുതി കൊടുത്താൽ മതി. അപ്പോൾ എന്താകും, ആ വാല്യൂ കൊണ്ട് ഡിഫോൾട്ടിന് പകരം ഇപ്പം നമ്മൾ ഇൻവോക്കേഷനിൽ എന്ത് വാല്യൂ കൊടുത്തോ ആ വാല്യൂ കൊണ്ട് അത് ചെയ്തോളൂ. ഇത്രയേ ഉള്ളൂ കീവേഡ് മാക്രോ പാരാമീറ്റേഴ്സ്. താങ്ക് യു.